ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനതേ സൈക്ലിംഗ് ട്രിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. കുറേ നാളായിട്ട് എനിക്ക് തോന്നുന്നു 6 months കൂടുതലായിട്ട് സൈക്ലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാൻ നിർത്തി വെച്ചായിരുന്നു എൻ്റെ സൗത്ത് ആഫ്രിക്ക വരെയുള്ള യാത്ര. അപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നത്. കുറേ പേര് എന്നോട് ചോദിച്ചു, ആഫ്രിക്ക പോയതല്ലേ, ടാൻസാനിയ റുവാണ്ടയൊക്കെ പോയതല്ലേ, പിന്നെയും എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? അപ്പോൾ എൻ്റെ സൈക്കിൾ റുവാണ്ടയിൽ ഇരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വന്ന് ഇവിടുന്ന് എടുത്തിട്ട് വേണം. ടാൻസാനിയ വഴിയാണ് അടുത്ത മലാവിലേക്ക് ബൈ റോഡ് പോകാൻ പറ്റുള്ളൂ. സോ അങ്ങനെ പോകാനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ബ്ലാക്കിനോടൊക്കെ ബൈ പറയാൻ പോകുന്നു. ബ്ലാക്ക് ഈ ടാറ്റാ, ബൈ 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 ബൈ. ബൈ ടാറ്റാ. സോ ഞാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല. കുറേ നാളായിട്ട് സൈക്ലിംഗ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടെ ആകെ ഒരു 10 കിലോമീറ്ററൊക്കെ ഞാൻ ആകെ ചവിട്ടി നോക്കിയിട്ടുള്ളൂ. ഇപ്പോൾ വെയിറ്റും അത്യാവശ്യം ഉണ്ട്. എന്നാലും മുന്നുള്ളതിനേക്കാൾ വെയിറ്റ് ഞാൻ കുറച്ചിട്ടുണ്ട്. ടെൻറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, മാറ്റ്, പിന്നെ എന്താ പറയുക, കാറ്റടിക്കുന്നത് എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഹായ് അപ്പു. ബായ് അപ്പു. ബായ്. യാത്ര നന്നായിട്ട് പോട്ടെ. താങ്ക് യു. ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. ബൈ. ഞാനെന്താ ഇവിടുന്ന് സൈക്കിൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഉച്ച നേരത്താണ് ഞാൻ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ആക്ച്വലി റുവാണ്ട എന്ന് പറയുന്ന സ്ഥലം മൊത്തം കയറ്റമാണ്. അപ്പോൾ ഇതൊക്കെ ചെറിയ കയറ്റമാണ്, പക്ഷെ വലിയ കയറ്റങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ പോയതിൽ യുഗാണ്ടയിലാണ് ഏറ്റവും കൂടുതൽ കയറ്റം ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ അതിനേക്കാൾ വലിയ കയറ്റമാണ്. റുവാണ്ടയാണ് എനിക്ക് തോന്നുന്നു ആഫ്രിക്കയിലൊന്നും ഇത്രയും ഹില്ലി ആയിട്ടുള്ള വേറെ സ്ഥലം ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഒരു സ്ഥലമല്ല, എല്ലാ സ്ഥലവും അങ്ങനെ തന്നെയാണ്. ബാക്കിയുള്ള രാജ്യത്തൊക്കെ ഫ്ലാറ്റ് ആയിട്ടുള്ളത് ഉണ്ടാവും, അല്ലാത്ത സ്ഥലവും ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞ് ഫുള്ള് കൂടുതൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പം ഈ ചെറിയ കയറ്റമില്ലേ, ഇങ്ങനെയൊക്കെയാണ് കാണാൻ കിട്ടുള്ളൂ. അല്ലാതെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാനേ പറ്റൂല. ഇപ്പോൾ നല്ല രസമുണ്ട് ഓടിക്കാനായിട്ട്, കാരണം ഫുള്ള് ഇറക്കമാണ്. മറ്റേ ഇത്ര നേരം കുറേ കയറ്റമായിരുന്നു കേട്ടോ. കയറ്റത്തിൽ ഭയങ്കര പാടാണ്. ഞാനിങ്ങനെ ഒരു റോഡിലാണ്, റോഡ് ചെറിയ റോഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പുറത്തെ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുവാണ്. സൈഡിലിങ്ങനെ ഫുട്പാത്ത് പോലെയുള്ള സ്ഥലം. പക്ഷെ അതിൽ കൂടെയാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഭയങ്കര സ്പീഡിലാണ് വണ്ടികളൊക്കെ പോകുന്നത്. ലോറിക്കാരൊന്നും നോക്കുന്ന പോലുമില്ല. കാരണം ഇവിടെ സൈക്കിൾ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ അവരങ്ങനെ തീരെ ശ്രദ്ധിക്കില്ല കേട്ടോ. ഇയാളെങ്ങോട്ടാണ് കയറി വരുന്നത്? ഈ ഫ്രണ്ടിൽ പോകുന്ന പാലോ എന്താണ്ട് കൊണ്ടുവന്ന പുള്ളിക്കാരൻ എൻ്റെ പുറകിൽ വന്ന് ഇടിച്ചേട്ടോ. ഞാൻ എൻ്റെ പുള്ളിനോട് പറഞ്ഞു ഫ്രണ്ടിൽ പോകുന്നു, ബ്രേക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്, കോപ്പ്. ഞാൻ നോർമലായിട്ട് പൊക്കോണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്നുണ്ട് ബാക്കിൽ വന്ന് ഇടിച്ചേക്കുന്നു. എന്നിട്ട് സോറി പറയുന്നു. സോറി പറഞ്ഞാൽ തീരോ? പുള്ളീൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ്. പുള്ളി എങ്ങോട്ട് നോക്കി ഓടിക്കുന്നേ? ചെറിയൊരു റോഡും 1000കണക്കിന് വണ്ടി. അതാണ് ഇവിടുത്തെ അവസ്ഥ. കുറച്ച് കഴിഞ്ഞാൽ ഫുള്ള് കയറ്റായിരിക്കും. ഞാൻ ആക്ച്വലി എന്താ പറയുക, മലാവി എത്തുന്നവരെയും എന്തെങ്കിലും ബസ് വല്ലതും കിട്ടുമോ നോക്കട്ടെ. ചിലപ്പോൾ സൈക്കിൾ ബസ്സിൽ വല്ലതും കൊണ്ടുപോകാൻ നോക്കി. കാരണം മലാവി വരെ ഓൾറെഡി കുറേ കണ്ട സ്ഥലങ്ങളായതുകൊണ്ട് സൈക്കിൾ ചെയ്യാൻ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. മലാവി എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുതിയ രാജ്യം, ഞാൻ ഇതുവരെ പോകാത്ത രാജ്യം ഓക്കെ ആയിരിക്കും. എൻ്റെ അമ്മോ, ഇത്ര നേരം ഫുള്ള് കയറ്റായിരുന്നു കേട്ടോ. എപ്പോഴാണ് ഒരു ഇറക്കം കിട്ടിയത്? എന്തൊരു സമാധാനം. ഇപ്പോൾ റുവാണ്ട ആണെങ്കിൽ അത്യാവശ്യം ചൂടുണ്ട്. രാത്രി നല്ല തണുപ്പുണ്ട്, പക്ഷേ ഡേ ടൈമിൽ ചൂടുണ്ട്. പക്ഷേ നമ്മളെ കേരളത്തിനൊക്കെ വെച്ച് നോക്കുമ്പോൾ തണുപ്പാന്ന് വേണേൽ പറയാം, ചൂടേ ഇല്ല. ഇവിടെ പിന്നെ ഇടയ്ക്കിങ്ങനെ ഇപ്പോൾ സണ്ണ് പോയേക്കുന്നു. സണ്ണ് വരുന്നു പോകുന്നു, ആ ഒരു അവസ്ഥയിലാണുള്ളത്. ആരോ ഷൂ എന്ന് വിളിക്കുന്നുണ്ടല്ലോ എന്നെ. അയ്യോ, വിശക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ പോകുന്ന വഴിക്കൊന്നും അങ്ങനെ സാധാ ചെറിയ കടകളുണ്ട് എന്നല്ലാതെ വേറെ ഷോപ്സ് ഒന്നും കാണാനില്ല ഫുഡ് കഴിക്കാനായിട്ട്. വണ്ടി ഇത് എവിടെ നിർത്തിയിട്ട് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കുവാണ് കേട്ടോ. റെസ്റ്റ് എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ റെസ്റ്റ് എടുക്കുന്ന ഈ ഒരു സ്ഥലം നോക്കിയേ, എന്ത് ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട് പോലെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം കേട്ടോ. പക്ഷെ ഇവിടുത്തെ സ്കൈ എല്ലാം നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങോട്ടൊക്കെ കുറേ വില്ലേജസ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അങ്ങ് മലമുകളിലേക്കാണ്, കണ്ടില്ലേ? അങ്ങ് മുകളിലേക്ക് പോകുമ്പോഴാണ് ഈ കാണുന്നതൊക്കെ കുറേ നെൽപ്പാടങ്ങളാണ്. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ വാഴയും അതേപോലത്തെ കൃഷികളാണ്. പിന്നെ ഇവിടുത്തെ അരിയെല്ലാം ഭയങ്കര വ്യത്യാസമുള്ള അരിയാന്ന് മാത്രം. ഞാനിവിടെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ. ഞാനാലേക്ക് ഞാൻ ഭയങ്കര ടയർഡാണല്ലോ.
എഫേർട്ട് എടുക്കാന്നൊക്കെ. ഇവിടെ രണ്ടുപേരൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ ഒരു സൈക്കിൾ പോയി 4 പേരെ വെച്ചിട്ട്, ഫ്രണ്ടില് ഒരാള് ബാക്കില് 2 ആൾക്കാർ, അങ്ങനെ വെച്ചിട്ടാണ് ഇവിടെ ആൾക്കാർ സൈക്കിൾ ഓടിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോ ഞാനതൊന്നും ചെല്ലേ പോണത്. ഇത് 3 പേര് നോക്ക്, ഒരു ഇത് തന്നെ കൊണ്ടുപോകുന്നു. എന്തായാലും പറയുന്നത് ഡോറ് കൊണ്ടുപോകുന്നു. ഇവിടെ വാഴല നേന്ത്രക്കൊല പോലത്തെ എന്തോ ഒരു പഴം, അതെല്ലാം എന്തോരം കൊണ്ടുപോകുന്നു. അതൊരു സ്പീഡിൽ പോകുന്നു. എല്ലാ ഐറ്റംസ് ആയിട്ട് പോകുന്നു. ഞാൻ പോകുന്ന ഒന്നും അല്ല കേട്ടോ, അതും കയറ്റോ ഇറക്കോ അങ്ങനത്തെ റോഡാണ്. ആ റോഡിലാണ് അവര് ഇങ്ങനെ വെച്ച് പോകുന്നത്. എന്തായാലും 4 പേരെന്നൊക്കെ പറയുമ്പോൾ എത്ര വെയിറ്റ് ഉണ്ടാവും ഞാൻ ആലോചിക്കുന്നത്. ഞാനിവിടെ ഒരു കടയിൽ നിന്ന് വെള്ളം മേടിക്കുവാണ് കേട്ടോ. എൻ്റെ വെള്ളം മൊത്തം തീർന്നു. 1 കുപ്പിയുള്ളൂ. മറ്റേൽ 2 കുപ്പിയേക്കാളും സ്ഥലമുണ്ട്, പക്ഷേ 1 കുപ്പിയുള്ളൂ. വേറെ കടയൊന്നും കാണുന്നുണ്ടായില്ല. കടയുള്ള സ്ഥലത്ത് അവിടെ ട്രാഫിക് ആയിരുന്നോണ്ട് ഞാൻ നിർത്തിയതുമില്ല. താങ്ക് യു സോ മച്ച്. ഗുഡ് വാട്ടർ റൈറ്റ്? ഇറ്റ്സ് ഗുഡ് റൈറ്റ്? ഓക്കെ, താങ്ക് യു. കുറേ നേരം ചവിട്ടി. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഞാനൊരു വണ്ടീൻ്റെ പുറകിലേക്ക് സൈക്കിൾ എടുത്ത് ഇട്ടു കേട്ടോ. കാരണം ഇനി കുറേ കയറ്റമാണ്. അതുമാത്രമല്ല പോയ വഴിയെല്ലാം കണ്ടുകൊണ്ട് എനിക്ക് കാണാപ്പാട് ആ വഴിയല്ല. അതുകൊണ്ട് ബോറടിച്ച് സൈക്കിൾ എടുത്തിട്ട് ഒരേപോലത്തെ ലാൻഡ്സ്കേപ്പ്. അയ്യോ നല്ല ടയർഡായി, വിശക്കുന്നുണ്ടോ, ഒന്നും കഴിച്ചിട്ടില്ല. ബാക്കിൽ എൻ്റെ സൈക്കിള് സേഫായിട്ട് ഇരിക്കും എന്ന് വിചാരിക്കുന്നു. അമ്മി എന്ന് പറയുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ എൻ്റെ മുടിയൊക്കെ ഒറിജിനൽ ആണോ എന്ന് അവർ പിടിച്ചു വലിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഒറിജിനൽ അല്ലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ മുടി എന്താ കളറാക്കിയതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഇറ്റ്സ് നോട്ട് ഒറിജിനൽ റൈറ്റ്. അവരുടെ ബ്രൈഡ്സ് എല്ലാം അവർ സെപ്പറേറ്റ് വെക്കുന്നതാണ്. ഇവിടെ ഉള്ളവർക്ക് ഹെയർ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് ഞാൻ കയറിയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. I was too much tired. അവര് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുവാണ്. സൈക്കിൾ ഔട്ടെന്ന് കണ്ടിട്ടോ. കണ്ടിട്ട് അവര് എവിടേക്കാ പോകുന്നത്, ഈ ചവിട്ടിയിട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ കേട്ടോ. ഇപ്പൊ പോകുന്ന വഴിയെല്ലാം ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അവരധികം ദൂരം ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരു 10 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാനിനി ഇവിടുന്ന് സൈക്കിൾ ചെയ്യാനുള്ള പ്ലാനാണ്. ഇപ്പൊ ഇറക്കുവാണ് കാണുന്നത്, കുറച്ച് കഴിയുമ്പോൾ കയറ്റമായിരിക്കും. ഇത് കണ്ടോ, ഇവിടെ വെള്ളം അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോകണം. ആ മഞ്ഞ ഡബയിൽ മൊത്തം അവർ വെള്ളം കൊണ്ടുപോകണം. വീടുകളിലേക്കുള്ള വെള്ളമാണ് കൊണ്ടുവന്നത്. ആ ഒരു സൈക്കിൾ നോക്കി എൻ്റെ അമ്മ ഫുള്ള് വെള്ളം നിറച്ചിട്ടാണ് അവർ സൈക്കിൾ ചവിട്ടി പോകുന്നത്. അവർ അതേപോലെ തന്നെ ചവിട്ടി പോകട്ടോ. എല്ലാവരും സൈക്കിളിലാണ് വന്നേക്കുന്നത്. എന്താ പറയുക, ഇത് വെള്ളം എടുക്കാനായിട്ട് പഴയ സൈക്കിളുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു വണ്ടിയില്ലേ, അങ്ങനെ തന്നെ. അതൊക്കെ തുരുമ്പ് പിടിച്ച് എൻ്റെ കളറേ പോയിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിനൊരു പൈസ കൊടുക്കണം. കാരണം അതിൻ്റെ ഉള്ളിൽ അതൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ആരും ഇരിക്കുന്നല്ലാണ്ട്. ഇപ്പോൾ ഫുള്ള് വില്ലേജ് ആയിട്ടുണ്ട് കേട്ടോ. കയോൻസ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ എത്താനാവുന്നുള്ളൂ. സൈക്കിൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. പോകുന്ന വഴിയിൽ ഒരു ചേച്ചി അവക്കാടോ വിൽക്കുന്ന കണ്ടു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. വിശന്ന കിളി പാറിയിട്ട്. സിറ്റ്. എന്തോ പറയുന്നു. എനിക്ക് തോന്നുന്നു ഇത് വീട്ടിൽ തന്നെ ഉണ്ടായത് അവര് വിൽക്കുവാണെന്ന്. സിറ്റ്. മൂൺസു എന്നൊക്കെ പറയുന്നുണ്ട്. മൂൺസു എന്താന്തോ ഇരിക്കാനാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. സൈക്കിൾ സേഫ് സിസ്റ്റർ. സൈക്കിൾ അവിടെ അപ്പുറം ഇരിക്കുക. പറയാൻ പറ്റൂലേ ഇവിടെ സേഫ് ആണോന്നൊന്നും. ഞാൻ എൻ്റെ കയ്യിലിടുന്ന ഗ്ലൗസ് എടുക്കട്ടെ. എന്തായാലും എടുത്തുകൊണ്ടേ മനസ്സിലാവും. കാരണം ഞാൻ ഇവിടെ ഫ്രണ്ടിൽ തന്നെ അല്ലേ ഇരിക്കുന്നത്. കൊച്ചെല്ലാം ഉണ്ട് ഇതിൽ കളിച്ചിട്ട്. ഇതെല്ലാം എടുത്താലേ എന്നാണ്ടോ ഇവിടെ ഇങ്ങനെ ആൾക്കാർ നമ്മളെ കാണുമ്പോഴേക്ക് ഓരോരുത്തർ ഇങ്ങനെ നിർത്തും. ഹായ്. ചേച്ചി അങ്ങോട്ട് വീട്ടിലേക്കെല്ലാം വിളിച്ചു കൊണ്ടുപോയിട്ടാട്ടോ ഫുഡ് തരുന്ന. വിശന്നിട്ട് എത്രയാന്തോ. ഹൗ മച്ച് വൺ? അവർക്ക് പക്ഷേ താങ്ക് യു. ഇവിടുന്ന് എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. കുഴപ്പമില്ല. അപ്പം ഇരുന്നാലും ഞാനിത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഫുള്ള് ഇങ്ങനെ ഇവിടെ ചെത്തിയിട്ടിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ഒരു പുള്ളിക്കാരൻ എന്തോ വിൽക്കാൻ വേണ്ടി വന്നേക്കാണ്. എനിക്ക് തോന്നുന്നു ഇവർ കൊടന്ന് കൊടുത്തിട്ട് ആ ഒരു പുള്ളിക്കാരിയാണ് എന്തൊക്കെയോ സ്നാക്സ് വിൽക്കുന്നത്.
ഇവിടെ ഞാൻ വേറൊരു സ്നാക്കും കൂടെ മേടിക്കുകയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത് നമ്മുടെ നാട്ടിലെ വെട്ടുകേക്കൊക്കെ പോലെയാണ് ഇരിക്കുന്നത്. നല്ല ചൂടെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ 100 പൈസ എല്ലാം വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, കഴിച്ചോട്ടെ. പക്ഷെ ഇവിടെ മധുരം ഇടൂല അവര്. ഓക്കെ ഓക്കെ, ഇത് ടേസ്റ്റ് ഉള്ളു കേട്ടോ. ഓക്കെ, അത് പുള്ളിയെ കൊടുന്നു കൊടുത്തേന്നൊക്കെ പറയുന്നത്. ഫുൾ ആക്ഷനാ. കാണാൻ വെട്ടുകേക്ക് പോലെ ആണെങ്കിലും ടേസ്റ്റ് മറ്റേ എന്തായിരുന്നു പേര്, അയ്യോ മണ്ടാസി, മണ്ടാസിന്റെ ടേസ്റ്റ് ആണ്. അപ്പൊ മണ്ടാസി തന്നെ ആയിരിക്കും കേട്ടോ. ഇത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനും ഇവിടെ പിള്ളേരുടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. സന്തോഷം കണ്ടോ, ഭയങ്കര സന്തോഷം അവർക്ക് എന്റെ കൂടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത്. പല്ല് നോക്കി. ഞാൻ അവരുടെ അടുത്ത് എനിക്ക് ഒന്ന് യൂറിൻ പാസ് ചെയ്യണം, ടോയ്ലറ്റ് എവിടെയാന്ന് ചോദിച്ചപ്പോൾ അവരെനിക്ക് ടോയ്ലറ്റ് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ 1-2 വീട് ചേർന്നാണ് വീടുകൾ. പിന്നെ ഇവിടെ തന്നെ കുറേ കൃഷിയെല്ലാം കാണുന്നുണ്ട്. എന്താ പറയുക, ഇതൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, കോണും പിന്നെ കരിമ്പുണ്ട്, വാഴ, നമ്മുടെ നാട്ടിലെ പോലെ ഉണ്ടമുളകോ എന്താ പറയുന്നതിന്, ഉണ്ടമുളകോ അങ്ങനെ ഉണ്ട്, പപ്പായ എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണാത്ത ആകെ ഒരു സാധനം ഈ അവക്കാടോ മാത്രമേ ഉള്ളൂ. ഈ ഒരു അവക്കാടാണ് അവർ അവിടെ പുറത്ത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ വാഷ്റൂം. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. അവർ എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അവരെന്തോ ആഷ് ഉണ്ടല്ലോ, ആഷിൻ്റെ മലയാളം എന്താ, അയ്യോ എൻ്റെ വായിൽ മറന്നുപോയി, ഓർമ്മയില്ല. ആ സാധനം എല്ലാം അവിടെ കൊടുന്നിട്ടേക്കും. അല്ലാതെ അവർ വെള്ളമൊന്നും ഉപയോഗിക്കുന്നൊന്നുമില്ല. പിള്ളേർ എൻ്റെ പുറകെ തന്നെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞാൻ നീ മൂത്രയിക്കാൻ പോട്ടെ. ഈ സാധനമൊക്കെ ഞാൻ ഇവരെ കൊടുത്തേക്കാം. ഞാൻ വന്നുകൊണ്ട് മാത്രം ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ബായ് ബായ് ബായ്. ഇട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യും. ഇവിടുന്ന് ഇനിയും ഒരു 90 കിലോമീറ്റർ ഉണ്ട്. ബോർഡിലേക്ക് ആകെ ഒരു 140 സംതിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ സമയം 5:45. ഇനി ഇപ്പോൾ ചെറിയ കയറ്റാണ്, കാണുമ്പോൾ അറിയാൻ പറ്റൂല. പിന്നെ കുറേ നാൾക്ക് ശേഷം ചവിട്ടുന്നതുകൊണ്ട് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. ഇന്ന് ഓൾറെഡി ഭയങ്കര ടയർഡാണ്. കൈയും കാലൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട്. സോ അയ്യാ, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റേ ചെയ്യണം. എവിടെയെങ്കിലും ഒരു സ്പേസ് കണ്ടുപിടിക്കണം കിടക്കാൻ. ഞാനിങ്ങനെ സൈക്കിൾ ഓടിച്ച് പോവായിരുന്നു. അപ്പോൾ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഞാനിത് ഇവിടെ ഈ ഒരു പുള്ളിക്കാരിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ച് ടെൻ്റ് അടിക്കാൻ എന്തെങ്കിലും സ്ഥലം തരുമോ. അപ്പോൾ പുള്ളിക്കാരി ഇവിടുത്തെ ഏതോ ലീഡറെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാം അത്യാവശ്യം. അപ്പോൾ അങ്ങനെ ഇതൊരു മാർക്കറ്റാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവരായിട്ട് സംസാരിച്ച് അവർ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ സൈക്കിൾ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഇവിടുത്തെ ഒരു മാർക്കറ്റാണ്. ഹായ്, ഹൗ യു? ഓക്കെ, വാട്ട്സ് യുവർ ഗുഡ് നെയിം? My name is Geneviève. Huh? Geneviève. My name is Ibamusavire. Okay, big name. Okay, thank you so much. Thank you. ഇവിടെ ഈ ഒരു ഏരിയയിൽ ഈ ഒരു സ്ഥലത്ത് ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞു. ആളാണ് ഇവിടുത്തെ എന്തോ മാർക്കറ്റിൻ്റെ ലീഡർ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. ഇവിടെ സേഫാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രി മഴ പെയ്താലും ഇവിടെ എന്താ പറയുക ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ സ്വീറ്റ് പൊട്ടാറ്റോ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഫുള്ള് ഓരോ ഫ്രൂട്ട്സും അവിടെയൊക്കെ ഒരുപാട് ബനാന എല്ലാം വിൽക്കാൻ വെച്ചിട്ട്. ഇതൊരു മാർക്കറ്റാണ്. ഈ ഏരിയയിലുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ടാണ് മേടിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഓൾറെഡി ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട്. ഇവിടെ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. ദേ സ്ലീപ്പ് ഹിയർ? No, I'm just asking. They're sleeping here? Okay, okay. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉറങ്ങുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല. ഇവിടെ എൻ്റെ ടെൻ്റെല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടോ ഇതാണ് കേട്ടോ എൻ്റെ വീട്. ഫുൾ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പൈസ എടുത്തിട്ട് ഇവിടെ എന്തെങ്കിലും മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് മേടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ. എന്താ ഉള്ള ക്യാരറ്റൊക്കെ കാണുന്നുണ്ട്, ഫ്രൂട്ട്സ് എന്തൊക്കെയോ ഉണ്ട്. വേറെ ഫുഡും ഹോട്ടലും കാര്യങ്ങളൊന്നും കാണാനില്ല. അവരെൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് അവിടെ വെച്ചു.
ഭയങ്കര ഇട്ട് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ. അത് കഴിഞ്ഞിട്ടിപ്പോൾ വെള്ളമില്ല, അവിടെ വെള്ളവും കുളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല. കുളിക്കാൻ ഞാൻ ചോദിച്ചു നോക്കണം. ഒറ്റയടിക്ക് എല്ലാം കൂടെ ചോദിച്ചവർ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്തു. അപ്പോൾ രാത്രി അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, രാവിലത്തെ പോലെയല്ല, നല്ല രീതിയിൽ തന്നെ തണുപ്പുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം മേടിക്കാൻ വേണ്ടി പുറത്തു കൂടെ നടന്നുകൊണ്ടിരിക്കുവാണ്. സൈക്കിളും ടെൻറ്റൊക്കെ സേഫാന്ന് പറയുന്നുണ്ട്. സൈക്കിളിൽ ലോക്കോ കാര്യങ്ങളോ ഇല്ല, ചെറിയൊരു ടെൻഷൻ ഉണ്ട്. പിന്നെ കുറേ നാളായി ഇപ്പോൾ ടെൻറ്റിലൊക്കെ കിടന്നിട്ട്. അന്ന് ഇന്ത്യയിൽ എന്താ പറയുക, ഋഷിയും ഷിബിൻദാസൊക്കെ ഉള്ള സമയത്ത് ടെൻ്റ് അടിച്ചായിരുന്നു. അതിന് ശേഷം ഞാൻ ടെൻറ്റിൽ കിടന്ന് ഓർക്കുന്നില്ല. സോ ഇവിടെ അടുത്ത് എന്തോ ഷോപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അത് മേടിക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ കൂടെ വിട്ടതാണ്. എന്താ പറയുക, വെള്ളം മേടിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട്. ഹായ്. അപ്പോൾ ആളുടെ റിലേറ്റീവ് അങ്ങനെ എന്തോന്ന് തോന്നുന്നുണ്ട്. പുള്ളിക്കാരി കുറച്ച് കഴിയുമ്പോൾ വീട്ടിലേക്ക് പോകുന്നു തോന്നുന്നു. ആ ഒരു മാർക്കറ്റ് അടച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ എന്നെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. രാത്രി എന്തെങ്കിലും എമർജൻസി നാളെ മോർണിംഗ് ഒക്കെ പോകാനായിട്ട്. വെള്ളമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ല്. ഓക്കെ ഓക്കെ. വാട്ടർ വാട്ടർ നോ വാട്ടർ. ഓക്കെ ഓക്കെ. വാട്ടർ ഒന്നുമില്ല, വെറ്റ് ടിഷ്യൂ അല്ല യൂസ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഉണ്ടോ പുറത്ത് തന്നെ അവർ ടോയ്ലറ്റ് എല്ലാം പോകുന്നുണ്ട്. ഞാൻ എൻ്റെ മുഖെങ്കിലൊന്ന് കഴുകാൻ വേണ്ടി വെള്ളം ചോദിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാട്ടോ. ഹായ്. പുള്ളിക്കാരി ഏതോ ഒരാൾ ഇവിടെ എന്തോ സെയിൽ ചെയ്യാൻ വന്ന ആരോ എന്തോ എൻ്റെ വീട് കാണണം എന്ന് പറഞ്ഞിട്ട് വന്നേക്കുവാണ് കേട്ടോ. ഒന്ന് തുറന്ന് കാണിച്ചു തരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ ഇതെന്താ തുറക്കാലോ ഒന്ന്. Open. Yeah. Open the house, your house. Yeah, my house. Yeah. This is my house. Hey, so good. Hey, kabisa. റിയ മേടിച്ച ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് സൈക്കിൾ ഇവിടെ പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത്. എന്റെ വീട് കാണാൻ വന്നേക്കോ, മറ്റേ വീടിന്റെ ഹൗസ് വാമിംഗ് ഒക്കെ പോലെ. So good, your house. So good. താങ്ക് യു. ഹായ് ഹായ്. അവര് നേരത്തെ ആക്ച്വലി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ കാണായിരുന്നു. താങ്ക് യു. കുറെ ആൾക്കാർ ചുറ്റും കൂടിയേക്കുമായിരുന്നു കേട്ടോ. ഇവിടുത്തെ ലീഡറാന്ന് പറഞ്ഞ പുള്ളിക്കാരി ഉണ്ടല്ലോ, വായക്കൊള്ളാത്തൊരു പേരാ, അതുകൊണ്ട് പേരും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ആള് ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഈ കാണുന്നതാണ് ആ ഒരു മാർക്കറ്റ്. അപ്പോൾ ആളുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ വരാമെന്ന് പറഞ്ഞു. വീടാണ് എവിടെ താമസിക്കണേന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് ചൂണ്ടി കാണിച്ചു. അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ട് കാണാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ പോലീസൊക്കെ ഉണ്ട്. ആ ഒരു ഇത് കാണുന്നത് പോലീസാണ്, പോലീസ് ചെക്കിങ് എല്ലാം. ഇവിടെ രാത്രി എന്താ പറയുക, നൈറ്റ് പെട്രോളിംഗ് ഒക്കെ പോലെ വണ്ടീൻ്റെ ഇതെല്ലാം വെച്ചിട്ടുണ്ട്, വണ്ടി നിർത്താനായിട്ടുള്ള. കണ്ടോ, വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. യു അലോൺ? ഓക്കെ. ഒറ്റയ്ക്കാണ് കേട്ടോ പുള്ളിക്കാരി. താങ്ക് യു. ആ അതെ, ഈ കാണുന്നതാണ് വീട്. പുള്ളിക്കാരിയോട് ഒറ്റയ്ക്കാണ് കേട്ടോ താമസിക്കുന്നത്. അടിപൊളി വീട്. എന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊടുന്നിട്ട് എനിക്ക് ഭക്ഷണം തന്നേക്കുവാണ് കേട്ടോ. എന്താ പറയുക, നമ്മുടെ നാട്ടിലെ രാജ്മയൊക്കെ പോലത്തെ ഇവിടുത്തെ മരാഗി എന്ന് പറയുന്ന സാധനവും പിന്നെ റൈസ് എന്താണ് തന്നിട്ടുള്ളത്. ഇത്രയും ഫുഡ് ഒരു 3 പേര് കഴിക്കാനുള്ള ഫുഡുണ്ട്. ഞാനിതിൻ്റെ ഒരു 1% എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ, ഒരുപാടൊന്നും ഞാൻ കഴിക്കൂല. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞാനിത് ബാഗ് എടുക്കാൻ വേണ്ടി വന്ന എൻ്റെ ചെറിയ ബാഗും ഇതേ പവർ ബാങ്കും വെള്ളമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി വീട്ടിലേക്ക് വിളിക്കുവാണ് താമസിക്കാൻ. ഞാൻ പറഞ്ഞ ഓൾറെഡി ഞാൻ ടെൻ്റ് അടിച്ചില്ല, അവിടെ തന്നെ താമസിക്കാമെന്ന്. പക്ഷേ പുള്ളിക്കാരി പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോകണം. എൻ്റെ സൈക്കിളും ടെൻറ്റും സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഫോണിൽ ചാർജ് ചെയ്യാനും ഒക്കെ ഉള്ള ചെറിയ ബാഗും ക്യാമറയൊക്കെ ഉള്ള മാത്രം ഒരു ബാഗും വെള്ളം മാത്രം എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഭയങ്കര സ്നേഹമായിരുന്നു. ആദ്യം പുള്ളിക്കാരി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല, പിന്നെ എന്നോട് ഒരുപാട് സംസാരിച്ചപ്പോൾ ഞാൻ അങ്ങനെ യാത്ര ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു കേട്ടോ. ഓൾറെഡി അവിടെ സേഫാന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. പുള്ളിക്കാരിയാണ് അവിടുത്തെ ലീഡർ. ഓക്കെ, ഗോ. താങ്ക് യു. ഞാനിപ്പോൾ ഇത് ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ബെഡെല്ലാം ഉണ്ട്, കൊതുള്ളതുകൊണ്ട് നെറ്റൊക്കെ ഉണ്ട്. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.